ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ആദ്യമായിട്ടൊരു വീഡിയോ വരുന്നു. പിന്നെ കാര്യം പാണ്ടിക്കാട് കുഞ്ഞാനും നറുക്കെടുപ്പും. ദയവ് ചെയ്തിട്ട് ജനങ്ങളെ അവർക്ക് ഇനി ട്രോള് ചെയ്തിട്ട് പ്ലീസ്. അവൻ നമ്മളെ മാണിക്കക്കല്ല് പൊഗല് അല്ലേ? ആ നറുക്കെടുക്കാൻ സമയം പിടിക്കുമല്ലോ. ടെറസിൻ്റെ വീടിൻ്റെ കൂപ്പനൊക്കെ അടിയിൽ നിന്ന് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര കനം വെയിറ്റൊക്കെ ഉള്ളതല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ക്ഷമിക്കണ്ട. ഇനി മേലൊക്കെ ട്രോൾ ചെയ്തിട്ടാ പ്ലീസ്. ദയവ് ചെയ്തിട്ട് അതെടുത്തുകൊണ്ടാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയല്ലേ? നിങ്ങൾ മനസ്സിലാക്കി അവൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടാ. ദയവ് ചെയ്തിട്ട് ഓനെ ട്രോൾ ചെയ്യരുത്. ഓനൊക്കെ പിന്നെ എന്താ വെച്ചാൽ വരലിനും ഇടിക്കണും ഒലക്കൊക്കെ ഇതിന് വളർച്ചയ്ക്കുള്ള മരുന്ന് കൊടുക്കുന്ന ആളല്ലേ, വിൽപ്പന നടത്തുന്ന ആളല്ലേ. അപ്പോൾ മരുന്ന് കച്ചവടമൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ അവരെ നിങ്ങൾ കാത്തരുത്, തരം താത്തും സമൂഹത്തിന് വേണ്ടപ്പെട്ട എന്തായാലും മരുന്നൊക്കെ വിൽക്കുമ്പോൾ അതിന് ഡെമോ പോലെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ ചെയ്യുന്ന ഡെമോ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ? എന്ത് സംഗതിയാണെങ്കിലും അതിൻ്റെ പരസ്യം വരും, ഉപയോഗങ്ങൾ നടത്തിയിട്ടുള്ളത് പരസ്യങ്ങളും. സോപ്പാണെങ്കിൽ സോപ്പിൻ്റെ പരസ്യം വരുമ്പോൾ സോപ്പ് തേച്ച് കുളിച്ച് ഇത് മാറി ഇത് വെളുത്തു എന്നൊക്കെയുള്ള പരസ്യങ്ങളൊക്കെ വരാനില്ലേ? അതുപോലെയൊക്കെ വരില്ലേ? അതുപോലെ പല്ല് വെളുക്കാനുള്ളത് പല്ല് തേച്ചിട്ട് ആദ്യം പല്ല് കറുപ്പുള്ള പല്ലുണ്ടാവും, അത് കറുപ്പുള്ളത് കാണിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം പല്ല് തേച്ചതിന് ശേഷം വെളുത്ത് കാണിക്കണില്ലേ? അതേമാതിരി തന്നെ ഈ മരുന്നിൻ്റെ ഒക്കെ ഡെമോ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന ഒന്നും പാടി കച്ചവടമൊക്കെ കിട്ടും. ഞാൻ പ്ലീസ് ദയവ് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ആ മരുന്ന് കച്ചവടത്തിൽ നിങ്ങൾ ഓനെ കുറ്റപ്പെടുത്തണ്ട. ദയവ് വിചാരിച്ചു കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഓനെ കുറ്റപ്പെടുത്തുക. ഞങ്ങൾ മാണിക്കക്കല്ല് പുകലാണ് കേട്ടോ. മാണിക്കക്കല്ല് പുകൽ എന്ന് പറഞ്ഞാൽ പാണ്ടിക്കാടിൻ്റെ മാണിക്കക്കല്ല് പുകലാണ്. അപ്പോൾ ദയവ് വിചാരിച്ചിട്ട് ആരും ഓനെ ട്രോൾ ചെയ്യരുത് പ്ലീസ്. ദയവ് ചെയ്ത് പ്ലീസ് കേട്ടോ. ഇനിയിപ്പോൾ നറുക്കെടുപ്പ് എവിടെ എവിടെയൊക്കെ നറുക്കെടുപ്പുണ്ടെങ്കിൽ ഓനെ വിളിച്ചോണ്ടും ഓനെ ഉഷാറായിട്ട് നല്ല രീതിയിൽ നറുക്കെടുത്ത് തരും കേട്ടോ. എൻ്റെ വ്യക്തമായ കഴിവും വ്യക്തിയും ഒക്കെ നല്ല കഴിവുള്ള ആളാണ്. ഈ കഴിവുള്ള ആൾക്കാരെ നമ്മൾ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടിരണം കേട്ടോ. ഉയർത്തിക്കൊണ്ടിരണം. എന്തെങ്കിലുമൊക്കെ നറുക്കെടുപ്പ് എവിടെയൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ പ്ലീസ്.